സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സൂചനാ പണിമുടക്ക്. ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നാളെ സ്വകാര്യ ബസ് ഉടമകൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ ചാർജ് കൂട്ടുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന നിയമം പിൻവലിക്കുക, ചലൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ സ്വകാര്യ ബസ് സൂചനാ സമരം. ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് ബസ് ഉടമകൾ. ഇതോടൊപ്പം മറ്റന്നാൾ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കോടെ സംസ്ഥാനം നാളെയും മറ്റന്നാളും നിശ്ചലാവസ്ഥയാവും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കാർഷിക വിരുദ്ധ നടപടികൾക്കെതിരെ 21 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടകളടച്ചും യാത്രകൾ ഒഴിവാക്കിയും പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചില്ലെങ്കിലും ദേശീയ പണിമുടക്കായതിനാൽ ഇത് പ്രവർത്തനത്തിന് പ്രയാസകരമാവും. പണിമുടക്ക് ദിവസം 10,000 പേർ പങ്കെടുക്കുന്ന രാജ്ഭവൻ മാർച്ചും ഉണ്ടാവും. പ്രധാന എല്ലാ ട്രേഡ് യൂണിയനുകളും